ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഊട്ടി വ്ലോഗിൻ്റെ മൂന്നാമത്തെ പാട്ടാട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു 9 മണി കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ചേച്ചിയോട്ട് അമ്മയൊക്കെ കാണുന്നത്. അപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു, അവരൊക്കെ നമ്പറൊക്കെ വാങ്ങിയിട്ടോ. ചേച്ചിയോട് യാത്രയൊക്കെ അപ്പോൾ നമുക്ക് ഹോമിൽ ഫുഡാട്ടോ ചേച്ചി ഉണ്ടാക്കി തന്നത്. എന്താ പറയുക, ദോശ, നമുക്ക് രാവിലെ ദോശയും ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ പോകാൻ ഇറങ്ങി. ഇത് അവരൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അടുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറകെ ഇറങ്ങി. അവിടെ പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിത് ഇവിടെ എടുത്ത് താമസിച്ചത്. അപ്പോൾ ചേട്ടായി ഇതെൻ്റെ വണ്ടിയൊക്കെ എടുത്ത്, നമ്മൾ വണ്ടി മാത്രം കേട്ടോ വാടകയ്ക്ക് എടുത്ത്. ചേട്ടായി ഓടിക്കുന്നതുകൊണ്ട് പിന്നെ ഡ്രൈവർ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ ഇനി ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ഉദകമണ്ഡലം റെയിൽവേ ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനുള്ളത്. അങ്ങനെ വേണ്ടേ ഞങ്ങൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ വണ്ടി നിർത്തി പാർക്കിംഗ് ഇരുന്ന് ഒരു ഇച്ചിരി നടന്നാൽ പറ്റും. അതാട്ടോ ലാസ്റ്റ് സ്റ്റേഷൻ ഈ ഉദകമണ്ഡലം. അപ്പോൾ അവിടെ തൊട്ട് കെറ്റി വരെയാണ് ഈ ടോയ് ട്രെയിൻ ഉള്ളത്. പിന്നെ ഉണ്ട് ഊട്ടി മേട്ടുപ്പാളയം ട്രെയിൻ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ട്രെയിനാണ് ടോയ് ട്രെയിൻ. മറ്റേത് അതും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇത് പിന്നെ നമുക്ക് ബുക്ക് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, റെയിൽ മ്യൂസിയം. നമ്മുടെ മൈസൂരുള്ളത് പോലത്തെ ഒരു ചെറിയ റൂമിൽ കുറേ സാധനങ്ങൾ, പഴയ കാലത്തെ ട്രെയിനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഗ്യാപ്പിൽ അവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ആ ഗ്യാപ്പിൽ ഞങ്ങൾ കണ്ടു കേട്ടോ. ഒരാൾക്ക് 300 സംതിങ് രൂപ കേട്ടോ ഈ ഉദകമണ്ഡലം തൊട്ട് കെറ്റി വരെ ഒരാൾക്ക് വരുന്ന ചാർജ് കേട്ടോ. അത് ഇച്ചിരി കൂടുതലാണ്. ഞാൻ നോക്കുമ്പം നമുക്കിവിടുന്ന് ഗോവയിൽ പോകാനുള്ള പൈസ വേണം. ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് നമുക്ക് വേണ്ടി വന്നത് കേട്ടോ. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പം ഊട്ടി ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഭവം തന്നെയല്ലേ. അങ്ങനെ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ഈ മ്യൂസിയത്തിലെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്, അവിടുത്തെ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ട്രെയിൻ വരാനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സീറ്റിന് 4-5 ബോഗിയുള്ളൂ. അപ്പം ആ സീറ്റിൽ അവിടെ കുത്തി നിറച്ചൊന്നും ആൾക്കാരൊന്നും കയറ്റില്ല. സീറ്റിനനുസരിച്ച് മാത്രമേ നമ്മൾ ബുക്ക് എടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ട്രെയിൻ വന്ന് ഞങ്ങളൊക്കെ ട്രെയിനിൽ കയറി. നമ്മളൊക്കെ അടുപ്പിച്ചേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. നമ്മൾ ഒരുമിച്ച് പോയി ടിക്കറ്റ് എടുത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് നോക്കി സീറ്റ് ട്രെയിനിൻ്റെ ഇത് നോക്കി നമ്മൾ കയറണം. അങ്ങനെ നമ്മൾ കയറി. അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ കുഞ്ഞുമുത്തിൻ്റെ ട്രെയിൻ യാത്ര. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ ട്രെയിൻ സംഭവം എന്ന് അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് ചേട്ടായി കയറി ഒന്നിരുന്ന് സെറ്റായി കഴിഞ്ഞ് വർത്താനൊക്കെ ചേട്ടായി എന്ത് ചെയ്ത് അവളെ കൂളാക്കാൻ വേണ്ടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ അവളോട് പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ അവളുടെ പേടിക്കൊക്കെ മാറി കേട്ടോ. അങ്ങനെ വേണ്ടേ നമ്മൾ ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ ഉദകമണ്ഡലം തൊട്ട് കെറ്റി വരെ. 3/4 മണിക്കൂർ യാത്ര, അവിടെ തിരിച്ചു. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് കേട്ടോ. ഇവർ ഈ 350 അത്ര രൂപ കൊണ്ടാണ്. പൈസ കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ വേണ്ട അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ തടാകത്തിൻ്റെ അടുത്തൂടെ പോകുന്നത്. അവൻ്റെ അടുത്ത് നമ്മൾ എന്താ പറയുക, പിന്നെ ഉള്ളത് ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു തുരങ്കം ഉണ്ട് കേട്ടോ. ആ തുരങ്കത്തിനുള്ളിൽ കയറുമ്പോഴേക്കും ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അതൊരു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ആ തുരങ്കത്തിനുള്ളിൽ കൂടെയുള്ള യാത്ര. പിന്നെ നമ്മുടെ ക്യാരറ്റ് കൃഷിയാണല്ലോ ഊട്ടിയിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ആ കൃഷി സ്ഥലമൊക്കെ കണ്ടോ, ഈ കാണുന്ന പച്ച കളറ് കാണുന്ന ഫുള്ള് ക്യാരറ്റ് കൃഷി. എന്താ ആദ്യം സംഭവം നമുക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന നല്ല പച്ച കാണുന്നില്ലേ, അത് ഫുള്ള് ക്യാരറ്റ് കൃഷി കേട്ടോ. പിന്നെ അവിടുത്തെ കണ്ടോ, അപ്പോൾ നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നത് എന്താ സംഭവം, കാരണം എല്ലായിടത്തും ഇതുപോലെ നല്ല പച്ച കളർ കാണാം. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ക്യാരറ്റ് കൃഷിയാണെന്ന് മനസ്സിലായത്. ഈ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കിയേക്കുന്നതാണ്. അങ്ങനെ വേണ്ട നമ്മൾ ട്രെയിനിൽ, നമ്മുടെ കുഞ്ഞ് ട്രെയിനിൽ ഇങ്ങനെ പോകാം കേട്ടോ. നമ്മുടെ ലൗഡേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ എത്തുമ്പോൾ കുറച്ച് നേരം ട്രെയിൻ ഇതാട്ടോ ഞാൻ പറഞ്ഞ ലൗഡേൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിടും. കാരണം വേറൊരു ട്രെയിൻ കണ്ടോ, ഈ ട്രെയിൻ ഇത് ഊട്ടി മേട്ടുപ്പാളയം ട്രെയിനാണ്. ഇതും ഉദകമണ്ഡലം വരുള്ളൂ. ഉദകമണ്ഡലമാണ് ലാസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ട്രെയിൻ നിർത്തിയിട്ടത്. അതൊരു 10-15 മിനിറ്റ് നിർത്തിയിട്ടപ്പോഴേക്കും ഈ ട്രെയിൻ പോയി. പിന്നെ നമ്മുടെ യാത്ര നമ്മൾ പിന്നെ ആരംഭിച്ചു കെറ്റിയിലേക്ക്. അങ്ങനെ വേണ്ടേ നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങി. നല്ല രസമാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ നല്ല കാറ്റ്, നല്ല തണുപ്പൊക്കെ കേട്ടോ. മരങ്ങളുടെ ഇടയിലൂടെ പോകാൻ. പിന്നെ നമ്മുടെ പോകുന്ന വലിയൊരു മലമുകളിലൂടെ ഇട്ട് പോകും. നമുക്കിപ്പോൾ ഫീൽ ചെയ്യില്ല, പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ വലിയൊരു മലേൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെന്ന്. കാരണം
ഇത്രയും മേലെ കൂടിയാണ് എന്താ പറയുക നമ്മൾ താഴേക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാട്ടോ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ കെറ്റിയെത്തി അവിടുന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ നിർത്തിയിടും ട്രെയിന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അടുത്ത് പോകുന്ന ദൊഡ്ഡപ്പെട്ട പീക്കിലേക്കാട്ടോ. അതും എന്താ പറയുക, അതൊരു വലിയ മലേൻ്റെ മേലെ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടപ്പെട്ട പീക്കിലെത്തി. അവിടെ വണ്ടിയൊക്കെ പാർക്കൊക്കെ ചെയ്ത് പിന്നെ അങ്ങോട്ട് കുറച്ച് നമ്മൾ നടക്കണം കേട്ടോ. കുറച്ച് നടന്നാൽ മാത്രമേ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തുകയുള്ളൂ. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്കൊക്കെ ചെയ്ത് നമ്മൾ നടന്നു. അപ്പം കുറേ നമ്മൾ ഈ സീസണിൽ ഇപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൾക്കാരൊക്കെ കുറേ പേര് കണ്ട് കഴിഞ്ഞിറങ്ങി വന്നു. നമ്മുടെ ഇതാണ് തൊട്ടപ്പെട്ട വെൽക്കം എന്ന് എഴുതിയ എൻട്രൻസ് കേട്ടോ. ഇവിടെ തൊട്ടപ്പെട്ട പീക്കിൻ്റെ ആ ഒരു ഏരിയ വരെ ഫുള്ള് നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പ്രതിനിധി കേട്ടോ. ഫുള്ള് സാധനങ്ങളൊക്കെ വിറ്റ് എന്താ പറയുക, ഈ ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഫാൻസി ഐറ്റംസ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു തന്നെ പോകാൻ നല്ല രസമായിട്ട്. ചുറ്റും മരങ്ങളൊക്കെ നല്ല ചൂടൊന്നുമില്ലാത്ത സ്ഥലം, എന്താ ഒരു പ്രദേശമാണ് അത്. ഫുള്ള് മരങ്ങളാൽ നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ നോക്കി ആസ്വദിച്ച്. വിലയൊക്കെ എല്ലാം ഒരുപോലെ തോന്നും. നമ്മൾ പിന്നെ അങ്ങനെ വാങ്ങാനൊന്നുമില്ല, എല്ലായിടത്തും ഒരുപോലെ. പിന്നെ അവിടെ നിന്ന് വാങ്ങുന്ന പിന്നെയും നമുക്ക് സമയം പോകും. അപ്പം നമ്മളുടെ ഇത് കുറച്ചൊരു നടക്കാനുണ്ട് കേട്ടോ. അപ്പം നടക്കുന്ന ദൂരം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നിന്ന് സംഭവം. അങ്ങനെ വേണ്ട നമ്മൾ ലാസ്റ്റ് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയാൽ ചുറ്റും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വലിയ എന്താ പറയുക കാട് പോലെയാണ് അതാട്ട് കാണുന്നതൊക്കെ കണ്ടോ. ഫുള്ളായിട്ട് ഒരു ഇച്ചിരി ഭാഗത്ത് മാത്രം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഊട്ടിപ്പൂവൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് പറിക്കാൻ പറ്റില്ല, കാരണം ഇവരിങ്ങനെ കമ്പി വല ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ക്യാരറ്റ്, അവിടുത്തെ എല്ലാ പച്ചക്കറികളും അവിടെ ഉണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, ചോളം, ഇതൊക്കെയാണല്ലോ അവിടെ മെയിനായിട്ടുള്ളത്. അതൊക്കെ ആ വഴിയിൽ കൂടി ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഫാൻസി കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ട മേലെ എത്തി കേട്ടോ. മേലെ എത്തി പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയത് കേട്ടോ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഈ കാണുന്ന ഈ എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നമുക്ക് താഴേക്ക് നോക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് എന്ത് തൊട്ടപ്പെട്ടപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമൊക്കെ വിചാരിച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇടനാഴിക്കൂടെ നമുക്ക് കുറേ നടക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു മലേൻ്റെ മേലേന്ന് താഴേക്ക് നോക്കുന്ന വലിയ വ്യൂ അത്രേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ അത്ര വലിയ വ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് ഈ സ്ഥലം മാത്രം വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇരിക്കാനൊക്കെ നമുക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനുണ്ടോ. ഇതാണോ ഞാൻ പറഞ്ഞ വ്യൂ എന്ന് പറഞ്ഞത്. വലിയ രസമൊന്നുമില്ല, എന്നാലും കാണാം, അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ ഇരുന്ന് സംസാരിക്കുള്ളൂ, നമുക്കങ്ങനെ സമയമില്ല. എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കലും പരിപാടി കിടന്ന് നമുക്ക് അങ്ങനെ വലിയ സമയമില്ല. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമുക്കങ്ങനെ കുറേ എൻജോയ് ചെയ്യാൻ അങ്ങനെ ഇരുന്ന് പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് തേണ്ടേ. അവരൊക്കെ അവിടുന്ന് ചേട്ടനൊക്കെ ആദ്യം മുമ്പിൽ പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ. അങ്ങനെ നടന്നത് വേണ്ടേ ഇതാട്ടോ മെയിൻ ഞാൻ പറഞ്ഞു. നമ്മൾ കയറി വന്ന എൻട്രൻസ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ താഴേക്ക് തിരിച്ച് നമ്മൾ ഇറങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഐറ്റംസ്, ക്യാരറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവർ അരിഞ്ഞ് എന്താ പറയുക കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് സവോള അതൊക്കെ ഇട്ട് അരിഞ്ഞ് തരും കേട്ടോ. പിന്നെ നമ്മൾ പോയത് പിന്നെ നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇല്ലേ, ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് നമ്മൾ അടുത്ത് പോയത്. അപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ. അങ്ങനെ വേണ്ട നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 7 മണി തൊട്ട് വൈകിട്ട് 6 വരെ കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വേണ്ട ഉള്ളിൽ കിടന്നു. അവിടെ പിന്നെ നടന്ന് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. എത്ര നടന്നാലും തീരില്ല. നടന്ന് നമ്മൾ ലാസ്റ്റ് മടുത്ത് പോകും. അതുപോലെ നമുക്ക് നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്തില്ല. നമ്മൾ ഈ കുറച്ച് ഏരിയ കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതി മുക്കാൽ ഭാഗം മേലേക്കൊന്നും കയറിപ്പോയിക്കാൻ അതിന് മാത്രം നമ്മൾ സമയമില്ല. അപ്പോൾ എനിക്ക് വൈകുന്നേരം 5 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. കയറിയത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഇറങ്ങിയത് വൈകുന്നേരം, കാരണം അത്രയും നമ്മൾ ചുറ്റി റൗണ്ട് അടിച്ച് വരണ്ടേ. അപ്പോൾ അവിടെ നമുക്ക് സ്പോട്ടിൽ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് നമുക്ക് അപ്പം തന്നെ തരുന്ന സംഭവം നമ്മളപ്പോൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ, ഗ്രൂപ്പായി നിൽക്കുന്നത്. അങ്ങനെ വേണ്ടി ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത്. അവിടെ തടാകം ഉണ്ട് കേട്ടോ. നല്ല നമ്മൾ മഴക്കാലത്ത് ചെന്ന ഒരു ഇതായിരുന്നു കേട്ടോ. മഴ പെയ്തില്ലെങ്കിലും നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് പായലൊക്കെ ഇതിനെന്ത് പേര് പറയില്ല, എൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് അവിടെ ഈ മാസത്തിലെങ്ങാണ്ട് മെയ് മാസം പകുതിയാകുമ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറേ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു, ചെടികൾ വളർത്താനും അതിന് വേണ്ടിയിട്ടൊക്കെ. നമ്മളിപ്പോൾ കാണുന്ന ഈ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് അനുവദിച്ചേക്കുന്ന ഇരിക്കാനൊക്കെ.
ഈ ഇടത് വശത്ത് കാണുന്ന കുറേ സ്ഥലങ്ങളൊക്കെ അവർ അടച്ചിട്ടു. കാരണം അവരുടെ പൂക്കളൊക്കെ വളർത്തുന്നുണ്ട്. കണ്ടോ, ഈ ഭാഗമൊക്കെ അടച്ചിട്ടൊക്കെ അവർ. അങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ വളർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബുഷ് എന്തോ ഒരു അതിൻ്റെ പേരെനിക്ക് ചെടി എന്തോ ഒരു ചെടി കേട്ടോ, നമ്മൾ ഈ മുറിച്ച് വളർത്തുന്ന സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് നമ്മൾ അതെല്ലാം കണ്ട് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി പിന്നെ ഫുള്ള് ഫ്രൂട്ട്സ് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരമെന്ന് വെച്ചാൽ വിലയ്ക്കൊന്നും വലിയ മാറ്റമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നല്ല കുറേ ഉണ്ട്, നമ്മൾ കാണാത്തതായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അങ്ങനെ നമ്മൾ വേണ്ടി അതെല്ലാം കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും സന്ധ്യയായിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ കോഴിക്കോടേക്കാണ് പോകുന്നത്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ചൂടൊക്കെ തുടങ്ങി. കാരണം ഊട്ടി ഇത് വിടുമ്പോഴേക്കും നമുക്ക് ചൂട് തുടങ്ങുമല്ലോ. അങ്ങനെ കുറേ ഹെയർ പിന്നെല്ലാം കഴിഞ്ഞിട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ക്ഷീണിച്ച് എല്ലാവരും അവശതയായിട്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ഈ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില്ലേ, ഈ സൈഡിൽ കാണുന്ന പച്ച സംഭവം എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ വാട്ടർ ATM. നമുക്ക് 1 രൂപ 5 രൂപയൊക്കെ തൊട്ടിട്ടാലും നമുക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടും കേട്ടോ, ഏത് തണുത്ത വെള്ളമോ. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മേപ്പാടി വടുവഞ്ചാല ആ ഭാഗത്തിൽപ്പെട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ക്ഷീണിച്ച രാത്രിയായല്ലോ, ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.